कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഭാഗവത കഥകൾ 108. പെരുമ്പാമ്പിന്റെ രൂപത്തിൽ എത്തിയ അസുരന്റെ മായയിൽ ശ്രീകൃഷ്ണനും കൂട്ടുകാരും ഇല്ലാതാകും എന്നോർത്ത് കംസൻ വളരെയേറെ സന്തോഷിച്ചു. കണ്ണന്റെ കൂട്ടുകാർ വനത്തിൽ കളിക്കുമ്പോൾ മലമ്പാമ്പ് വായ തുറന്നിരിക്കുന്നതുപോലെയാണല്ലോ ഈ കാഴ്ച എന്ന് തോന്നിയെങ്കിലും അവർ ഇപ്രകാരമാണ് തമ്മിൽ പറഞ്ഞത്: നോക്കൂ, എത്ര വിചിത്രമായിരിക്കുന്നു! ഈ ഗുഹ കണ്ടാൽ ഒരു മലമ്പാമ്പ് വാ തുറന്നിരിക്കും പോലെയുണ്ടല്ലോ. അതിന്റെ മേൽചുണ്ടു നോക്കൂ, സൂര്യരശ്മികളെ തടുത്തു നിൽക്കുന്ന മേഘങ്ങൾ പോലെയുണ്ട്. പർവ്വതങ്ങൾ കണ്ടാൽ അതിന്റെ ദംഷ്ട്രങ്ങളാണെന്ന് തോന്നും. നീണ്ടുകിടക്കുന്ന ഗുഹപാത നോക്കൂ, പാമ്പിന്റെ നാവുപോലെ. അതിന്റെ ഉള്ളിലെ ചൂട് നോക്കൂ, കാട്ടുതീയിൽ നിന്ന് മുതിരുന്ന ആ ചൂട്. പാമ്പിൻ വായിൽ ഇതുപോലെയുള്ള ചൂടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഈ ചൂടുകാറ്റ് അവന്റെ ശ്വാസമാണെന്ന് തോന്നുന്നില്ലേ? സത്യത്തിൽ അത് കാട്ടുതീയിൽ വെന്തുപോയ മൃഗങ്ങളിൽ നിന്ന് വരുന്ന ദുർഗന്ധമാണ്. ഇനി അഥവാ ഏതെങ്കിലും തരത്തിൽ ഇത് ഗുഹയല്ല കാട്ടുപാമ്പാണെങ്കിലെന്ത്? നമുക്കൊപ്പം കണ്ണനുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് കണ്ണന്റെ കൂട്ടുകാർ ഗുഹയിൽ പ്രവേശിച്ചത്. ഒറ്റ നോട്ടത്തിൽ അസുരന്റെ മായ കണ്ണന് മനസ്സിലായെങ്കിലും തന്റെ മിത്രങ്ങൾ പെരുമ്പാമ്പിന്റെ ഉള്ളിലായി എന്നറിഞ്ഞ് ഉണ്ണിക്കണ്ണൻ കാരുണ്യത്തോടെ ഇങ്ങനെ ചിന്തിച്ചു: എന്റെ കൂട്ടുകാരും ഗോക്കളുമൊക്കെ ഈ ദുഷ്ടന്റെ മായയിൽ മയങ്ങി അവന്റെ ഉള്ളിൽ എത്തിയിരിക്കുന്നു. അവരെല്ലാം അവന്റെ ജഠരാഗ്നിയിൽ വെന്ത് നശിക്കുന്നതിനു മുമ്പ് അവരെ രക്ഷിക്കണം. അങ്ങനെ കരുതിയാണ് കണ്ണനും അഖന്റെ മലർക്കെ തുറന്ന വായിലേക്ക് കയറിച്ചെന്നത്. കണ്ണൻ നാവിൽ ചവിട്ടി ഉള്ളിലേക്ക് കയറി എന്നറിഞ്ഞതും തന്റെ മായ ഫലിച്ചുവല്ലോ എന്ന ആഹ്ലാദത്തിലായി അഖൻ. വായ അടച്ച് അവരെയെല്ലാം വിഴുങ്ങിക്കളയാൻ ഒരുങ്ങിയ അഖൻ പെട്ടെന്ന് ഉള്ളിൽ തിങ്ങി നിറയുന്ന സമ്മർദ്ദത്തിൽ പൊട്ടിത്തെറിച്ചു. തലയോട്ടി പിളർന്നുണ്ടായ ദ്വാരത്തിലൂടെ എല്ലാവരെയും കണ്ണൻ പുറത്തെത്തിച്ചു. എങ്കിലും അതിഘോരമായ വിഷപ്രയോഗത്തിൽ അവരെല്ലാം മൃതപ്രായരായി കഴിഞ്ഞിരുന്നു. എന്നാൽ അവരുടെയെല്ലാം മേൽ കൃഷ്ണൻ കാരുണ്യം നിറയുന്ന കണ്ണുകളോടെ നോക്കി ഒഴിഞ്ഞപ്പോൾ ഒന്നുമറിയാതെ ഉറക്കത്തിൽ നിന്ന് എന്നതുപോലെ അവർ എഴുന്നേറ്റു. പഴയതുപോലെ ഉല്ലാസത്തോടെ വനയാത്ര തുടർന്നു. ആ പെരുമ്പാമ്പിന്റെ ഉണങ്ങിയ ചർമ്മം വൃന്ദാവനവാസികൾക്ക് ഏറെക്കാലം കളിക്കാനുള്ള ഉപാധിയായിത്തീർന്നു. ശ്രീകൃഷ്ണൻ പെരുമ്പാമ്പിന്റെ വായിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച വാർത്ത 1 വർഷം കഴിഞ്ഞപ്പോൾ ഗോപബാലകന്മാർ ഗോകുലത്തിൽ അറിയിക്കുകയുണ്ടായി. ശുകമുനി ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ പരീക്ഷിത് മഹാരാജാവ് സംശയം ചോദിച്ചു: ഗോപബാലകന്മാർ ഇത്ര വിസ്മയകരമായ അനുഭവം മുതിർന്നവരോട് വിവരിച്ചു കൊടുത്തത് 1 വർഷം കഴിഞ്ഞതിനു ശേഷമാണ് എന്ന് പറഞ്ഞുവല്ലോ. അതെന്തുകൊണ്ടാണ് 1 വർഷത്തെ കാലാവധി ഉണ്ടായത്? അങ്ങയുടെ മുഖത്തിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഇത് കേട്ട് ശുകമുനി ആ കഥ വിസ്തരിച്ചു. രാജൻ, അങ്ങയുടെ ചോദ്യം എത്രയും ഉത്തമം തന്നെ. അതിനു പിന്നിൽ അതീവ രഹസ്യമായ ഒരു കഥയുണ്ട്. പ്രിയമുള്ള ശിഷ്യനോട് ഗുരു അത്ര തന്നെ രഹസ്യമാണെങ്കിലും വിവരിക്കും എന്നറിയാമല്ലോ. കഥ ഇങ്ങനെയാണ്. അഘാസുരനിൽ നിന്നും ഗോപാലന്മാരെ രക്ഷിച്ച ശേഷം ശ്രീകൃഷ്ണൻ അവരെയും കൊണ്ട് നദീതീരത്ത് പോയി അനന്തരം അവരോട് ഇങ്ങനെ പറഞ്ഞു: എന്റെ ചെങ്ങാതിമാരെ, നോക്കൂ, ഈ മണൽത്തിട്ട എത്ര മനോഹരമായിരിക്കുന്നു. ഈ നദിയുടെ തീരത്ത് നിരവധി മരങ്ങൾ, ഇതാ പൂത്തുലഞ്ഞ ഫലങ്ങൾ. അത് കണ്ടാൽ
അവയെല്ലാം കുലുക്കിയിട്ട് ഭക്ഷിക്കാൻ തോന്നും. പക്ഷേ സമയം മധ്യാഹ്നമായിരിക്കുന്നു. നമ്മൾ കളികളെല്ലാം നിർത്തി ഭക്ഷണം കഴിക്കാം. പശുക്കൾ നദിയിലെ വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിച്ച് നടക്കട്ടെ. ഇത് കേട്ട ഗോപാലകന്മാർ പശുക്കളെ വെള്ളം കുടിപ്പിച്ച് പുല്ല് നിറഞ്ഞിടത്തു കൊണ്ടുപോയി മേയാൻ വിട്ടു. പിന്നെ എല്ലാവരും അവനവന്റെ ഗൃഹത്തിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണപ്പൊതിയെടുത്ത് ഭക്ഷണം കഴിക്കാൻ ഇരുന്നു. താമരപ്പൂവിനു ചുറ്റും ദളങ്ങൾ എന്നതുപോലെ അവർ ശ്രീകൃഷ്ണന് ചുറ്റുമിരുന്നു. ഓരോരുത്തരും അവനവന്റെ പാത്രത്തിലെ ഭക്ഷണം പങ്കുവെച്ച് ആഹ്ലാദം കണ്ടെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. മഞ്ഞപ്പട്ടുടയാട അരയിലുടുത്ത് രണ്ടാം മുണ്ട് മുറുക്കി കുത്തി, അതിനിടയിൽ ഓടക്കുഴൽ തിരുകി, കാലിക്കോൽ പിടിച്ച് ബാലകന്മാരെ തമാശകൾ പറഞ്ഞ് ചിരിപ്പിച്ച് ഊണ് കഴിക്കുന്ന കണ്ണന്റെ ചിത്രം വിവരണാതീത വിധത്തിൽ മനോഹരമായിരുന്നു. പരിപാവനമായ യാഗങ്ങളിലെ യജ്ഞഭാഗം ഭുജിക്കുന്നവനായ ശ്രീഹരി വിഷ്ണു കൃഷ്ണരൂപത്തിൽ ഗോപാലകന്മാരുടെ ഒപ്പം സാധാരണ ഭക്ഷണം കഴിച്ചു. കണ്ണനിൽ മനസ്സർപ്പിച്ച് ബാലന്മാരും ആഹ്ലാദത്തോടെ ഭക്ഷണം കഴിച്ചു. തൊട്ടുമുൻപ് വലിയൊരു ദുരന്തത്തിൽ അകപ്പെട്ടു എന്ന ഓർമ്മ പോലും അവരിൽ ശേഷിച്ചിരുന്നില്ല. അത്രയേറെ ആനന്ദത്തിലായിരുന്നു അവരെല്ലാവരും. അതിനുശേഷം കണ്ണൻ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കുക, ഞാൻ ഗോക്കളെ ഇങ്ങോട്ടെത്തിക്കാം. ഭഗവാൻ ഗോക്കളെ തെളിക്കാനായി പുറപ്പെട്ടു. ഭഗവാൻ അസുരനെ വധിച്ചതും അതിനൊപ്പം ഗോപാലകന്മാർക്കും ഗോക്കൾക്കും ജീവൻ തിരികെ നൽകിയതും കണ്ട് ബ്രഹ്മാവ് ആശ്ചര്യചകിതനായി തീർന്നിരുന്നു. അതുകൊണ്ട് ഭഗവാന്റെ കൂടുതൽ കൂടുതൽ ലീലകൾ കാണാനായി ബ്രഹ്മാവിന്റെ ഉള്ളിൽ ആഗ്രഹമുദിച്ചു. വീണ്ടും ദുഷ്ടാത്മാവായ ഏതെങ്കിലും അസുരൻ വരുന്നതിനു മുൻപ് താൻ തന്നെ അതിന് കളമൊരുക്കാം എന്നു കരുതി ബ്രഹ്മാവ് ഭഗവാന്റെ ഒപ്പമുള്ള ഗോപാലകന്മാരെയും ഗോക്കളെയും അവിടെ നിന്ന് ഒളിപ്പിച്ച് സത്യലോകത്തിൽ കൊണ്ടുചെന്നാക്കി. കണ്ണൻ എന്താണ് ചെയ്യുക എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു അദ്ദേഹത്തിന്. ബാക്കി ദേവന്മാരും ഇത് നോക്കി നിന്നു. കൃഷ്ണൻ കൂട്ടുകാരെ അന്വേഷിച്ച് വനത്തിൽ മുഴുവൻ അലഞ്ഞു. ഏറെ നേരമായിട്ടും കാണാതിരുന്നതിനാൽ അദ്ദേഹം ജ്ഞാനദൃഷ്ടിയിൽ അവരെവിടെ എന്നന്വേഷിച്ചു. അപ്പോൾ ബ്രഹ്മാവാണ് ഇതിനു മുഴുവൻ കാരണം എന്ന് മനസ്സിലാക്കി. ബ്രഹ്മാവിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ ഭഗവാൻ മന്ദഹാസത്തോടെ തന്നെ തന്റെ മായയാൽ ഗോപാലകന്മാരെയും ഗോക്കളെയുമെല്ലാം അതേപടി പുനഃസൃഷ്ടിച്ചു. രൂപം, ആകാരം, വയസ്സ് എല്ലാം കൊണ്ടും ബ്രഹ്മാവ് മറച്ചുവെച്ചിരിക്കുന്ന ഓരോ സൃഷ്ടിക്കും സമാനമായിരുന്നു കണ്ണൻ മായ കൊണ്ട് സൃഷ്ടിച്ചവരും. അങ്ങനെ മറ്റാർക്കും സംശയമുണ്ടാകാത്ത വിധത്തിൽ ഭഗവാൻ അവരോടൊന്നിച്ച് ഗോകുലത്തിലേക്ക് തിരിച്ചെത്തി. ഗോപാലകന്മാർ പതിവിൻപടി അവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി. ഓടക്കുഴൽ നാദം കേട്ട് യശോദയും രോഹിണിയും ഗോപികമാരും ഓടിയെത്തി ഭഗവാനെ വാരിപ്പുണർന്നു. വൈകുന്നേരമായപ്പോൾ യശോദ പതിവ് പോലെ കണ്ണനെ കുളിപ്പിച്ച് താലോലിച്ച് സർവദോഷങ്ങളും നീങ്ങുന്നതിനായി പാലുകൊണ്ട് ഉഴിഞ്ഞു. സർവേശ്വരനും കരുണാനിധിയുമായ കണ്ണൻ ഇതെല്ലാം സ്നേഹിച്ച് സ്വീകരിച്ചു. പലവിധ കേളികളാൽ അവരെ രസിപ്പിക്കുകയും ചെയ്തു. ഏകനായ ഭഗവാൻ എടുത്ത പല രൂപങ്ങളായിരുന്നു അന്ന് മേഞ്ഞു നടന്ന പശുക്കുട്ടികളായും ഗോപാലകന്മാരായും വൃന്ദാവനത്തിൽ നിറഞ്ഞത്. ഗോപികമാർ കാരണമൊന്നുമറിയാതെ പതിവിലധികം വാത്സല്യത്തോടെ പുത്രന്മാരെ ആശ്ലേഷിച്ചു. ഗോക്കളാകട്ടെ കൂടുതൽ വാത്സല്യത്തോടെ പാൽ ചുരത്തി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഈ കളി തുടങ്ങി ഒരു കൊല്ലം തികയുന്നതിന് 4-5 ദിവസങ്ങൾക്ക് മുൻപ് പശുക്കിടാങ്ങളും ഗോപാലകന്മാരുമൊത്ത് ബലരാമനും കൃഷ്ണന്റെ കൂടെ വനത്തിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ഗോവർദ്ധന പർവ്വത താഴ്വരയിൽ എത്തിയപ്പോൾ കുന്നിൻമുകളിൽ നിന്ന് പശുക്കൾ സ്വയം മതിമറന്ന് കിടാങ്ങളുടെ അടുത്തേക്ക് ഓടിവന്നു. അകിട് ചുരന്നു നിറഞ്ഞു വന്നിരുന്ന പാൽ കുടിപ്പിച്ച് അവരെ നക്കിത്തോർത്തി. പശുക്കളുടെ ഈ പെരുമാറ്റം അസാധാരണമാണെന്നും
പൊതുവെ ചുറ്റും എന്തോ അസ്വാഭാവികത ഉണ്ടെന്നും ബലരാമനും മനസ്സിലായി. അദ്ദേഹം കുറച്ചുനേരം ആലോചിച്ചു, ചുറ്റും നോക്കി. തനിക്ക് തന്റെ പ്രിയ കണ്ണനോട് തോന്നുന്ന അതേ സ്നേഹവും വാത്സല്യവും ഓരോ ഗോപാലകന്മാരോടും ഓരോ പശുവിനോടും തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം അമ്പരന്നു. പിന്നീട് സ്വയം ചോദിച്ചു, ഇത് സ്വാഭാവികമല്ലല്ലോ, എന്തെങ്കിലും മായയാണ് എന്നത് തീർച്ച. അസുരന്മാരുടെ മായയായിരിക്കുമോ? അതാവാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് അതിൽ ഉൾപ്പെടുക? അസുരന്മാരുടെയോ ദേവന്മാരുടെയോ മായ എന്നെ ബാധിക്കുകയില്ല. ഇത് കൃഷ്ണന്റെ തന്നെയാണ്. കൃഷ്ണന്റെ മായ ആയതുകൊണ്ടാണ് എനിക്കിത് തുറന്നു കാണുവാൻ കഴിയാത്തത്. അങ്ങനെ ഉറപ്പിച്ച് ഏകാഗ്രതയോടെ തന്റെ ജ്ഞാനദൃഷ്ടി തുറന്ന് ബലരാമൻ ചുറ്റും നോക്കി. അപ്പോഴാണ് ആശ്ചര്യം തുളുമ്പുന്ന കാഴ്ച അദ്ദേഹം ശ്രദ്ധിച്ചത്. പശുക്കളും കുട്ടികളും മാത്രമല്ല, അവരുടെ കൂടെയുള്ള കോലക്കുഴൽ പോലെയുള്ള ജീവനില്ലാത്തവ പോലും ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് അദ്ദേഹം കണ്ടറിഞ്ഞു. അദ്ദേഹം കണ്ണന്റെ അടുത്തു ചെന്ന് അതിവാത്സല്യത്തോടെ ആലിംഗനം ചെയ്ത് തന്നോടടുപ്പിച്ചു നിർത്തി ഇങ്ങനെ ചോദിച്ചു, കണ്ണാ, ഇതാരുടെ മായയാണ്? അസുരന്മാരുടെയോ അതോ ദേവന്മാരുടെയോ എന്ന് ഞാൻ സംശയിച്ചു. എന്നാൽ ഈ കാണുന്നതത്രയും നിന്റെ മായയാണെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായുള്ളൂ. പറയുക, എന്തിനാണ് ഈ മായ? എന്തുകൊണ്ടാണ് ഈ പ്രച്ഛന്ന രൂപങ്ങൾ? യഥാർത്ഥ പശുക്കൾക്കും ഗോപാലകന്മാർക്കും എന്തുപറ്റി? എത്ര കാലമായി ഈ മായ നീ തുടങ്ങിവച്ചിട്ട്? ഇത് കേട്ട് കണ്ണൻ എല്ലാ വിവരങ്ങളും തന്നെ ജ്യേഷ്ഠനെ വിശദമായി ധരിപ്പിച്ചു. ഇത്രയുമൊക്കെ ആയപ്പോഴേക്കും ഗോകുലത്തിൽ തന്റെ മായാപ്രയോഗം കൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ബ്രഹ്മാവിന് തിടുക്കമായി. അതിനായി സത്യലോകത്തിലേക്ക് ബ്രഹ്മാവ് കടക്കാൻ ശ്രമിച്ചു. എന്നാൽ അത്യന്തം വിസ്മയകരമായ അനുഭവമാണ് സംഭവിച്ചത്. സത്യലോകത്തിന് മുന്നിൽ എത്തിയ ബ്രഹ്മാവിനെ ആ പടി കടക്കാൻ കാവൽക്കാർ അനുവദിച്ചില്ല. അവരുടെ പരിഹാസം കണ്ട ബ്രഹ്മാവ് അമ്പരന്നു. ഇതെന്താണ്? എന്റെ ഭവനത്തിന്റെ ഉള്ളിൽ കടക്കാൻ എന്തിനാണ് അനുവാദം? എന്റെ കാവൽക്കാരല്ലേ നിങ്ങൾ? നിങ്ങളെന്തിനാണ് എന്നെ തടഞ്ഞു നിർത്തുന്നത്? യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ലെന്നും മറ്റെന്തോ മായയ്ക്ക് നിങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നു എന്നും സംശയം തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ശപിച്ച് ഭസ്മമാക്കി കളയാത്തത്. സത്യം പറയൂ, എന്താണ് സംഭവം? ഇത് കേട്ട കാവൽക്കാർ അദ്ദേഹത്തെ നോക്കി വീണ്ടും പരിഹസിച്ചു, ചിരിച്ചു. ഇപ്രകാരം പറഞ്ഞു, സാക്ഷാൽ ബ്രഹ്മദേവൻ പോലും കപടവേഷക്കാരാ. ഈ മായ ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞങ്ങളുടെ പ്രഭുവിനെ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയോ? താങ്കൾ ബ്രഹ്മദേവനല്ല എന്ന് ഞങ്ങൾക്കറിയാം. ബ്രഹ്മദേവൻ അകത്തുണ്ട്. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങി സ്ഥലം വിടുകയാണ് നല്ലത്. ബ്രഹ്മദേവൻ അമ്പരന്നു. ഉള്ളിൽ ബ്രഹ്മദേവൻ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. അത് മറ്റേതോ മായയാണ്. കാവൽക്കാർ ഇങ്ങനെ മറുപടി പറഞ്ഞു. സത്യലോകത്തിന്റെ കാവൽക്കാരായി ഞങ്ങൾ വെറുതെ നിൽക്കുകയാണെന്നോ? മായ കണ്ടാൽ ഞങ്ങൾക്കറിയാം. മായ നിങ്ങളാണ്. നിങ്ങൾ പറയൂ, സത്യത്തിൽ നിങ്ങൾ ആരാണ്? ഇങ്ങനെ വാഗ്വാദം തുടർന്ന് ഒടുവിൽ കാവൽക്കാർ പറഞ്ഞു, ശരി, കണ്ടാലേ നിങ്ങൾ വിശ്വസിക്കൂ. എന്നാണെങ്കിൽ സഭയിലേക്ക് വരൂ. നേരിട്ട് ഇതിനുവേണ്ട ശിക്ഷ അവിടെ നിന്ന് ഏറ്റുവാങ്ങിക്കോളൂ. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ബ്രഹ്മസഭയിലേക്ക് കാവൽക്കാർ ബ്രഹ്മാവിനെ കടത്തിക്കൊണ്ടുവന്നു. സത്യലോകത്തെത്തിയ ബ്രഹ്മാവ് കണ്ട വിസ്മയം എന്തായിരുന്നു? ആ കഥ നാളെ.